നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എൻ്റെ മുഫാസ എന്ന സിനിമ കണ്ട അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഈ സിനിമ 2 തവണ കണ്ടു. PXL, IMAXൽ കണ്ടു. സിനിമേനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ എനിക്ക് ആക്ച്വലി ലയൺ കിങ് 1 എനിക്ക് ഈ സിനിമ ഇഷ്ടമായി മുഫാസ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റയർലി നോക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഇതിൻ്റെ ഐഡിയോളജി, അതിൻ്റെ കഥയൊക്കെ കുറച്ചും കൂടി വർക്കായത് ഈ സിനിമയുടെയാണ്. പണ്ടത്തെ കാർട്ടൂൺ ബേസ് ചെയ്ത് റീമേക്ക് ചെയ്ത ഫസ്റ്റ് പാർട്ടിനെക്കാളും. ബട്ട് എനിക്കിതിൽ സോങ്സ് ഒട്ടും ഇഷ്ടമായില്ല. ഒരു സോങ് ആൻഡ് ഡാൻസ് സോങ്സ് ഇഷ്ടം പോലുള്ള സിനിമയാകുമ്പോൾ സോങ്സ് വർക്കായില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം അതുകൊണ്ട് ഞാൻ IMAXിൽ കാണുന്ന ഡിലേ ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്ക് സോങ്സ് ഒട്ടും ഇഷ്ടമായില്ല. അതൊരു പ്രശ്നമാണ് സിനിമയ്ക്കകത്ത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്ന് വെച്ചാൽ സിനിമയുടെ അഭിപ്രായം. സിനിമ എനിക്ക് ആക്ച്വലി ഇറ്റ് വാസ് ഗുഡ്, നോട്ട് ഗ്രേറ്റ്. പക്ഷേ എനിക്ക് ലയൺ കിങ് 1 ഇഷ്ടമായി. ലയൺ കിങ് 1 എനിക്ക് അത്ര ഇഷ്ടമുള്ള സിനിമയൊന്നുമല്ല. അത് ഞാൻ തിയേറ്ററിൽ 2 പ്രാവശ്യം കണ്ടാണ്. ഈ അടുത്തായിട്ട് കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഈ കൊല്ലം പകുതി വെച്ച് എപ്പോഴോ നമ്മുടെ സിനിപോളിസ് 3D ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അവിടെ ലയൺ കിങ് പിന്നെയും ആ സമയം 3Dയിൽ വന്നിരുന്നു. ഞാൻ അപ്പോഴും പോയി കണ്ടിരുന്നു. എനിക്ക് ആ സിനിമയുടെ 3D ഓക്കെയാണ്, നൈസായിട്ടുള്ള 3D ആണ്, ഡെപ്തൊക്കെ അടിപൊളിയായിട്ട് ചേർത്തുള്ള 3D ആണത്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് പോയി കണ്ടത്. പക്ഷേ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമല്ല. ബട്ട് മുഫാസ സത്യം പറഞ്ഞാൽ എനിക്ക് ലയൺ കിങ് 1 കുറച്ചും കൂടി ഇഷ്ടമായ സിനിമയാണ്. ബട്ട് ഈ സിനിമയുടെ PXLും IMAXും വ്യത്യാസം കൂടി, വ്യത്യാസമല്ല, രണ്ടിടത്തും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസും കൂടി ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാമെന്ന് വെച്ചത്. ഓൾറെഡി ഞാൻ PXLിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ മുഫാസിൻ്റെ വീഡിയോ PXL കണ്ടപ്പോൾ തന്നെ ഷൂട്ട് ചെയ്തിരുന്നു, എനിക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട്. ബട്ട് പിന്നെ അത് കഴിഞ്ഞ് ബറൂസും കൂടി കണ്ടപ്പോൾ എക്സ്ട്രീം ആയതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തത്. അതായത് 3D പ്രോബ്ലംസ് എല്ലാം അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളതെന്നൊക്കെ അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മുഫാസ കാണാൻ പോയപ്പോൾ രണ്ടിടത്തുണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഈ സിനിമ ട്രെയിലേഴ്സൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഭയങ്കര ഹൈലി ഡീറ്റെയിൽ ഉള്ള ഒരു സിനിമയല്ല എന്നുള്ള. ട്രെയിലറിന് തന്നെ ക്വാളിറ്റി കുറവായിരുന്നു സത്യം പറഞ്ഞാൽ, ഡീറ്റെയിൽ ക്വാളിറ്റി. അത് ഈ സിനിമയുടെ DCPയിലും ബാധകമാണ്. അതായത് മൊവാന 2 ഞാൻ PXLിലും IMAXിലും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു IMAXിൽ ഷാർപ്നെസ്സൊക്കെ കുറച്ചും കൂടി ഭയങ്കര നല്ലതായിരുന്നു. ബട്ട് അത് PXLിൽ ആക്ച്വലി വളരെ നല്ലതായിരുന്നു, ഡീറ്റെയിൽ ഒക്കെ നല്ലതുണ്ടായിരുന്നു. ബട്ട് നേരെ മറിച്ച് ഈ സിനിമയിലേക്ക് വരുമ്പോൾ, ഈ സിനിമയുടെ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ എനിക്ക് ഓൾറെഡി കുറവായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ സിനിമയുടെ കളേഴ്സ് ഡള്ളാണ്, ഭയങ്കര ഡള്ളാണ്. സർപ്രൈസിങ്. ഇതിൽ ഗ്രീനറിയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഉള്ള സമയത്തും അവർ ഭയങ്കര തങ്ങി നിൽക്കുന്ന ഗ്രീനിൽ അവരുദ്ദേശിക്കുന്ന ഷെയ്ഡ് വേറൊരു ഷെയ്ഡിലാണ് ഹിറ്റ് ചെയ്യുന്നത്. അത് 3Dയുടെ കുഴപ്പമൊന്നുമല്ല. നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഭയങ്കര കളർഫുൾ ആയിട്ട് സിനിമയല്ല. മൊവാന വാസ് സൂപ്പർ കളർഫുൾ. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്സുള്ള കളേഴ്സുള്ള സിനിമയായിരുന്നു. സോ അതൊരു റീസണാണ് എനിക്ക് ഈ സിനിമയിൽ പ്രശ്നമായിട്ട് തോന്നി. അപ്പം നമ്മൾ ഇതിലേക്ക് വരുവാണെങ്കിൽ DCP കമ്പയർ ചെയ്യുകയാണെങ്കിൽ IMAXിൽ 4K DCPയും സാധാ PXLിൽ 2K DCP ആണ് വന്നത്. പിന്നെ നമുക്കിവിടെ 12 ചാനലില്ല കൊച്ചിയിൽ. സോ 6 ചാനലാണ് നമ്മൾ കണ്ടത്. സൗണ്ടൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. PXLിലെ സൗണ്ട് ആക്ച്വലി നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. റിയൽ D3D ഗ്ലാസ് എനിക്ക് ആക്ച്വലി മുഫാസക്കും കിട്ടിയിരുന്നു. അന്നും ഞാൻ ആക്ച്വലി കുറച്ച് നേരം തറല് പിടിച്ച് 10 മിനിറ്റോളം എടുത്തിട്ടാണ് എനിക്ക് ആ ഗ്ലാസ് കിട്ടിയത്. അതൊരു പുത്തൻ ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഗ്ലാസ്സാണ് എനിക്ക് കിട്ടിയത്. സോ എനിക്ക് എക്സ്പീരിയൻസ് ഭയങ്കര മോശമൊന്നുമല്ലായിരുന്നു. എനിക്കറിയാം വേറെ ചിലരൊക്കെ അവിടെ അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല മുഫാസ കണ്ടപ്പോഴും കിട്ടിയെന്നൊക്കെ എനിക്കറിയാം. ബട്ട് എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മുഫാസ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഗ്ലാസ്സാണ് കിട്ടിയത്. റിയൽ D3Dയുടെ ഡീറ്റെയിൽ വളരെ കുറവായിരുന്നു, പ്രത്യേകിച്ചും ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. ക്ലോസ് ഓഫ് ഫേസ് വരുന്ന സീക്വൻസുകളിൽ അത്യാവശ്യം ഡീസൻറ്റ് ലെവലിൽ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലെ ഡീറ്റെയിൽസ് വളരെ കുറവായിരുന്നു. ആ ഒരു ഷാർപ്നെസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് IMAXിൽ ഈ സിനിമ കാണുമ്പോൾ ആക്ച്വലി എൻ്റെ മൂവി അത്യാവശ്യം ഡീസൻറ്റ് ലെവലിൽ ഷാർപ്പായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഷാർപ്പസ്റ്റ് ഒന്നുമില്ല, മൊവാന 2 ആക്ച്വലി ഇതിനേക്കാൾ ഷാർപ്പ് മൂവിയായിരുന്നു ആക്ച്വലി. പക്ഷേ ഈ സിനിമയുടെ ഷാർപ്നെസ് IMAXിൽ PXLിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര നല്ല ഷാർപ്നെസ് ആയിരുന്നു. പിന്നെ 3D എഫക്റ്റ് ഇത് സർപ്രൈസിങ് ആണ് എനിക്ക്. ഞാൻ മൊവാന 2 കണ്ടപ്പോഴൊന്നും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ ഒന്നും കൂടി ഞാൻ തറപ്പിച്ച് പറയുകയാണ്, IMAXിൽ PXLിനേക്കാളും കൂടുതൽ 3D ഡെപ്തും ഇമ്മേഴ്സീവ്നെസ്സും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൺസിഡറിങ് കൊച്ചിയിലെ IMAX ഇവിടുത്തെ PXL സ്ക്രീനേക്കാളും ചെറുതാണ്. ബട്ട് എനിക്ക് തോന്നുന്നത് ഇവരുടെ കോർണർ സീറ്റ്സും ഇതിൻ്റെ FOV ഭയങ്കര നല്ലതായതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് ആ ഒരു ഇമ്മേഴ്സീവ്നെസ് എക്സ്ട്രാ ഫീൽ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ 3D ആണെങ്കിലും എല്ലാം അവിടെയായിരുന്നു ഫാർ ബെറ്റർ ആയിരുന്നു ആക്ച്വലി. ഈ പ്രാവശ്യം മൊവാന 2 കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി IMAX ബെറ്റർ ആണെങ്കിൽ ഇത് ഒന്നും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സൗണ്ട് പക്ഷേ എനിക്ക് ഡോൾബി അറ്റ്മോസ് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. കാരണം നല്ല രീതിയിൽ അറ്റ്മോസ് മിക്സ് ചെയ്ത സിനിമയ്ക്ക് ഒരു പ്രത്യേക നമ്മൾ ആ സീനിലുണ്ട് എന്നുള്ള ഫീൽ നമുക്ക് തരാൻ പറ്റും. എനിക്ക് IMAXിൽ 12 ചാനലിലാണ് കണ്ടാലും എനിക്ക് അങ്ങനെ അത്ര ആ ഒരു ഫീൽ കിട്ടാറില്ല. പക്ഷേ IMAXിൽ സൗണ്ട് കുറച്ചും കൂടി ഫുള്ളറാണ്, കുറച്ചും കൂടി ബിഗ് സ്പീക്കേഴ്സ്. അവരുടെ ഉപയോഗിക്കുന്ന സ്പീക്കേഴ്സിൻ്റെ ആയിരിക്കും
കുറച്ചുകൂടി ഫുള്ളർ ഫീൽ ചെയ്യുന്ന സിനിമ ഇതാണ്. പക്ഷേ നമുക്ക് നമ്മൾ ആ സീനിനകത്ത് നിൽക്കുവാണ്, അത് നമ്മൾ ചുറ്റും മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലൊന്നും ഐമാക്സ് സ്പീക്കറിന് അങ്ങനെ തരാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. ബട്ട് മുഫാസയുടെ 6 ചാനൽ സൗണ്ട് ഭയങ്കര നല്ലത് തന്നെയായിരുന്നു. പക്ഷേ PXL അറ്റ്മോസും അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. പക്ഷേ ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് അറ്റ്മോസ്മിക്സ് ഒന്നും അല്ല മുഫാസ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ 6 ചാനൽ IMAX വാസ് പ്രിറ്റി ഗുഡ് കമ്പയറബിൾ. പിന്നെ ബേസ് ഒബ്വിയസ്ലി കൂടുതൽ ഐമാക്സിലായിരുന്നു, അത് എക്സ്പെക്റ്റഡ് ആണ്. പ്യുവർ ബേസ് എപ്പോഴും ഐമാക്സിന് തന്നെയായിരിക്കും കൂടുതൽ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഈ കമ്പാരിസൺ എനിക്കറിയില്ല, എന്നോട് കുറച്ച് പേര് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചെയ്തതാണ്. ഓൾറെഡി ഞാൻ മൂവാനട്ടൂർ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഐമാക്സിൽ ഇനി 3D സിനിമ വരുവാണെങ്കിൽ എൻ്റെ പ്രിഫറൻസ് ഐമാക്സ് തന്നെ ആയിരിക്കും 3D സിനിമയ്ക്ക്. ഐ മീൻ PXL എനിക്ക് എൻ്റെ ഇഷ്യൂസ് ഒന്നും നോക്കാണ്ട് തന്നെ എൻ്റെ മെയിൻ പ്രിഫറൻസ് ഇനി എപ്പോഴും ഐമാക്സിൽ ഒരു 3D സിനിമ ഇറങ്ങുന്നുണ്ട്. PXL 3D സിനിമ ഇറങ്ങിയാൽ ഐ വിൽ ഓൾവേസ് ചൂസ് ഐമാക്സ് ഇനി മുതൽ. പിന്നെ ഓൾറെഡി ഇഷ്യൂസും കൂടി ഉണ്ടായതോടുകൂടി ഇനി PXL ഞാൻ 3D സിനിമ കാണുന്നത് അവർ ആ ഗ്ലാസ് കൊണ്ടുവന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇനി ഞാൻ അങ്ങോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ആ 3D ഗ്ലാസ് അവർ തരും എന്ന് കൺഫർമേഷൻ തരുവാണെങ്കിൽ മാത്രം, അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി ഒരു ചാൻസെങ്കിലും അവർക്ക് കൊടുക്കുകയുള്ളൂ. പിന്നെ അറിയാമല്ലോ, നമുക്ക് എല്ലാ സിനിമ ഐമാക്സിൽ വരില്ല 3Dയിൽ, അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ തിയേറ്ററിനോട് ഒരു ദേഷ്യവുമില്ല. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് തിയേറ്ററാണ് BXL കൊച്ചിയിൽ. ഇപ്പോഴും 2D സിനിമ ഞാൻ ഇപ്പോഴും അവിടെ കാണാൻ പ്രിഫർ ചെയ്യുള്ളൂ. പക്ഷേ I want everybody to get the best experience from the best screens they offer. റിയൽ 3D ഉണ്ടെങ്കിൽ റിയൽ 3D കറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക, അത് അവരുടെ ഡ്യൂട്ടിയാണ്, എൻ്റെ ഡ്യൂട്ടി അല്ല. അവരത് ചെയ്യുക എന്നുള്ള മാത്രമേ എനിക്കിതിനകത്തുള്ളൂ. ഐ ഹോപ്പ് ദേ ഡു ദാറ്റ്. അത്രേ ഉള്ളൂ എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് വേറൊരു സംഭവമില്ല. നമുക്ക് എല്ലാവർക്കും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഒരു തിയേറ്ററിൽ പോകുമ്പോൾ കിട്ടുന്ന എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. എന്തായാലും ഐമാക്സിൽ 3D എന്ത് വന്നാലും PXL 3Dനേക്കാളും ബെറ്ററാണ്, പ്രത്യേകിച്ച് ലേസറിൽ. അപ്പോൾ എന്തായാലും നിങ്ങളാരെങ്കിലും മുഫാസ രണ്ടിടത്തും കണ്ടിരുന്നു, അല്ലെങ്കിൽ മുഫാസ ഈ ലേസർ സ്ക്രീനിൽ വന്ന് കണ്ടിരുന്നു നമ്മുടെ കൊച്ചിയിലെ ഐമാക്സിൽ, നിങ്ങൾ എവിടെയാണ് മുഫാസ കണ്ടത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെ താഴത്തൊന്ന് മെൻഷൻ ചെയ്യുക. എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഇതായിരുന്നു രണ്ടിടത്തും കണ്ടിട്ടുള്ള. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും വായിക്കുന്നതാണ്. എന്തായാലും ഇത്ര നേരം വീഡിയോ കണ്ടത് നന്ദി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.